നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സീരീസ് നമ്പർ 2. ഓക്കെ, അപ്പോ നമ്മൾ സീരീസ് 1 ബേണിംഗ് ഡിസൈറിനെ കുറിച്ചും അല്ലെങ്കിൽ ക്വാളിറ്റീസിനെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ക്വാളിറ്റീസിൽ നമ്പർ 1 എന്താണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് എല്ലാവരും തയ്യാറായിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ രണ്ടാമത്തെ വീഡിയോ സീരീസ് നമ്പർ 2 നിങ്ങൾ കാണുന്നതെന്നും ഈ ഒരു വേളയിൽ ഞാൻ ഉറപ്പിക്കുന്നു. അപ്പോൾ ക്വാളിറ്റി നമ്പർ 2 അല്ലെ, നമുക്ക് ക്വാളിറ്റി നമ്പർ 2 എന്താണെന്ന് അറിയാം അല്ലെ. ക്വാളിറ്റി നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ. അതിന്റെ മലയാളാർത്ഥം പറയുകയാണെങ്കിൽ ആർജവവും പ്രശസ്തിയും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഇതിന് വലിയൊരു സാധ്യത തന്നെയുണ്ട്, വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. ആർജവത്തിനും പ്രശസ്തിയും വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. കാരണം ഒരു നല്ലൊരു ലീഡർ ആവണമെങ്കിൽ നമുക്ക് ആർജവം ഉണ്ടായിരിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമുക്കൊരു ആർജവമുള്ള ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ സ്വയം അവർക്ക് തോന്നണം. നമ്മളിൽ അങ്ങനെ ആർജവമുള്ള ഒരാളാണെന്ന് ഒരു ലീഡർ എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മൾ തോന്നണം. അങ്ങനെ അത് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നല്ല പറയണേ. ഇതുപോലെ വീഡിയോ ചെയ്യണമെന്നോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് കാണിക്കുകയോ എനിക്ക് വലിയ കാറുണ്ട് പത്രാസ് ഉണ്ടെന്ന് കാണിക്കുകയല്ല വേണ്ടത്. അതിനുവേണ്ടി നിസ്സാരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വളരെ കുറച്ച് ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആർജവം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതാണ് ആർജവം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റ് ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് പേര് നമ്മൾ സദാ വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ അപ്ലയൻസ് ആയിക്കോട്ടെ, നമ്മുടെ ക്രോസ് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ എനിമീസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ഈ ബിസിനസ്സിൽ വളരാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരെന്ന് തന്നെ പറയാം. കാരണം അവര് നെഗറ്റീവ് പറയുന്നതുകൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ എല്ലാവരും നമ്മളെ സദാ വീക്ഷിക്കുന്നുണ്ട്. എന്താ അവർ സദാ വീക്ഷിക്കുന്നത്? അവര് സദാ വീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവര് സദാ വീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായി അവര് തുലനം ചെയ്ത് നോക്കുന്നുണ്ട്. തുലനം ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു വേദിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു 10 പേരുടെ മുമ്പിൽ, അല്ലെങ്കിൽ 1-to-1 മീറ്റിങ്ങിലാണെങ്കിലും അവിടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലെ. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ അതിനുശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ അവർ തുലനം ചെയ്ത് നോക്കും. നമ്മൾ സംസാരിക്കുന്ന ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നാണെങ്കിൽ അവര് നമുക്ക് ആർജവമില്ലാത്ത വ്യക്തിയായിട്ടേ അവര് നമ്മൾ കാണുള്ളൂ. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എന്റെ സംസാരവും എന്റെ പ്രവൃത്തിയും രണ്ടും ഒന്നാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നിടത്ത് ഞാനൊരു ആർജവമുള്ള വ്യക്തിയാണെന്ന് അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് തോന്നും. അപ്പോ നമുക്ക് ചെയ്യേണ്ട നിസ്സാര കാര്യം എന്താന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്താ? നമ്മൾ സംസാരിക്കുന്ന കാര്യം തന്നെ നമ്മളുടെ പ്രവൃത്തിയും ആവണം. അവർക്ക് നമ്മളുടെ സംസാരങ്ങളിൽ നിന്നും നമ്മളുടെ പ്രവൃത്തികളിൽ നിന്നും വ്യത്യസ്തത തോന്നരുത്. രണ്ടും സെയിം ആവണം എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആർജവം എന്ന് പറയുന്ന ആ കാര്യമാണ്. അപ്പൊ ആർജവം എന്ന് പറയുന്ന കാര്യം ആന്തരികമായ ഒരു ഗുണമാണെങ്കിൽ, പ്രശസ്തി എന്നത് പുറമേ നിന്ന് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രശസ്തി എന്ന് പറയുന്നത്. അപ്പോ പ്രശസ്തി എന്ന് പറയുന്നത് ഈ ബിസിനസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വത്താണ്. ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വത്താണ്. അതുകൊണ്ട് തന്നെ സ്വത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുക? സ്വത്തൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കും അല്ലെ. അപ്പോ സ്വത്ത് എന്ന് പറയുന്നത്, ഈ ഒരു പ്രശസ്തി എന്ന് പറയുന്ന സ്വത്തിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനും അതിനെ കൂട്ടുവാനും നിങ്ങൾ എപ്പോഴും സദാ സന്നദ്ധരായിരിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ നമ്മുടെ പ്രശസ്തി കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? അതിന് വളരെ ചെറിയ ചെറിയ കുറച്ച് വഴികൾ പറഞ്ഞുതരാം. വളരെ ലളിതമായ കുറച്ച് വഴികൾ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കൂ. അപ്പോ ലളിതമായ വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരരുത്. അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ തന്നെ അവർക്ക് പ്രതിഫലിച്ച് കാണണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 1-to-1 ആയിക്കോട്ടെ, ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെ തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ് ആയിക്കോട്ടെ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു മീറ്റിംഗിന് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തക്കതായ കാരണമില്ലാതെ ഒരു കാരണവശാലും ആ അപ്പോയിന്റ്മെന്റും മീറ്റിംഗും റദ്ദാക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, നെവർ മെസ്സപ്പ് വിത്ത് മണി, ഈഗോ ആൻഡ് ഫാമിലി. മറ്റൊരാളുടെ പണമോ അവരുടെ ഈഗോയോ അവരുടെ ഫാമിലിയുമായിട്ടോ ഈ ബിസിനസ്സിനെ കൂട്ടി കലർത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ആ കാര്യത്തിൽ വളരെയധികം കെയർ കൊടുക്കുക. നാലാമത്തെ കാര്യം, ഏറ്റവും കഠിനാധ്വാനി ആയിരിക്കുക, അതുപോലെ തന്നെ വിശ്വസ്തനായിരിക്കുക. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, ആളുകൾ നിങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന മനോഭാവം സൃഷ്ടിച്ചെടുക്കുക. അറിയാലോ, പോസിറ്റീവ് മെന്റാലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അത് നല്ല സ്വഭാവവും ധാർമ്മിക മൂല്യങ്ങളും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ആറാമതായിട്ടുള്ള കാര്യം. ഇനി ഏഴാമത്തെ വളരെ ലളിതമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇടപാടുകളിലും സത്യസന്ധരും സുതാര്യവുമായിരിക്കുക. എല്ലാ ഇടപാടുകളും സത്യസന്ധരും സുതാര്യമായിട്ടിരിക്കുക. ഇതാണ് ഏഴാമത്തെ കാര്യം. ഓക്കെ. ഈ ഒരു ബിസിനസ്സിൽ വർഷങ്ങളായിട്ട് ഒരുപാട് പേരെ കണ്ടുവരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് പെട്ടെന്ന് വലിയൊരു പൊസിഷനിലേക്കൊക്കെ എത്തി. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവരുടെ ബിസിനസ് ഒരു സ്തംഭനാവസ്ഥയാവുകയോ അല്ലെങ്കിൽ അവിടെ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങി പോവുകയോ ചിലപ്പോ നിലം പതിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ചില ആളുകൾ ചെറിയ വരുമാനത്തോടു കൂടി ഇവിടെ പിടിച്ചു നിൽക്കും. മറ്റു കുറെ ആളുകളുണ്ട്. കുറെ ആളുകൾ എന്ത് ചെയ്യുന്നത്? കുറെ ആളുകൾ ഈ ബിസിനസ്സിനെ കുറ്റം പറഞ്ഞും അവരൊഴികെ ഈ ചുറ്റുമുള്ളതെല്ലാം മോശമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർ നല്ലവരാണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവർ ഈ ബിസിനസ് തന്നെ വിട്ടുപോകും. എന്നാൽ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉദാഹരണമുള്ളൂ, അതിനൊറ്റ കാരണമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്സിൽ വളർത്തിയെടുക്കേണ്ടതായുള്ള പല ക്വാളിറ്റീസുകളും, ആദ്യം പറഞ്ഞ നമ്മുടെ ബേണിംഗ് ഡിസയർ ആയിക്കോട്ടെ, രണ്ടാമത് പറഞ്ഞ ഇപ്പോ ഇപ്പോ രണ്ടാമത് പറഞ്ഞ ഈ ഒരു ക്വാളിറ്റി ആയിക്കോട്ടെ, ഏത് ക്വാളിറ്റി ആണെങ്കിലും അവരുടെ സ്വയം വളർത്തിയെടുത്തിട്ടുണ്ടാവില്ല. അവർ വളർത്തിയെടുക്കാതെ പിന്നെ എങ്ങനെ അവർ ഇത്രയും ഉയരങ്ങളിൽ എത്തിയില്ലേ? അവരുടെ നല്ല അഭിനയം മൂലമോ അല്ലെങ്കിൽ നല്ല ഡൗൺലൈൻസ് വന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ സിസ്റ്റത്തിന്റെ പവർ ആയിരിക്കാം അവരെ ചിലപ്പോൾ പെട്ടെന്നൊരു ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ പിന്നീട് അവിടെ നിന്നും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ക്വാളിറ്റീസ് കാണിക്കാത്തത് കൊണ്ട് തന്നെ പ്രകൃതി അവരെ തന്നെ വീണ്ടും താഴേക്ക് കൊണ്ടുവന്നു. അപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഓടിപ്പിടച്ച് പെട്ടെന്നൊരു ലക്ഷ്യത്തിലേക്ക്, പെട്ടെന്നൊരു ഉയർന്ന പൊസിഷനിലേക്ക് എത്തുന്നതിനേക്കാൾ ഉപരി, അവിടേക്ക് എത്തണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് എത്തുന്നതിന് ഉപരി നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ക്വാളിറ്റീസ് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ക്വാളിറ്റീസിനെ തേച്ച് മിനുക്കി നല്ല ഷാർപ്പാക്കി എടുക്കുക. അതിലൂടെയാണ് വലിയ വലിയ ടീം ഉണ്ടാകുമ്പോൾ, വലിയ വലിയ ലക്ഷ്യങ്ങളിലെത്തുമ്പോൾ, വലിയ വലിയ സ്ഥാനത്തെത്തുമ്പോൾ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവർക്കും ഒരുപോലെ സർവീസ് കൊടുക്കാനും എല്ലാവരെയും വേണ്ട രീതിയിൽ ഈ ബിസിനസ്സിൽ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാനാവട്ടെ. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്ന് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. ഇതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക. അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ ക്വാളിറ്റിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് സുരാഗ്.